ഈ കേരളത്തിൽ കഴിഞ്ഞൊരു 5-8 വർഷത്തെ തെരഞ്ഞെടുപ്പുകൾ അതിനു മുമ്പ് നോക്കിയാൽ ഒരു കാര്യം വളരെ കൃത്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞൊരു 10 വർഷത്തിനിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും പൊതുവായ കാര്യം വന്നാലും അപ്പോൾ ഇങ്ങനത്തെ വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കിഫ്ബിയുടെ മസാല ബോണ്ടിന്റെ വിവാദം ആ സമയത്ത് വന്നത്. ഡോക്ടർ തോമസ് ഐസക് എന്റെ മുൻഗാമിയാണ്. അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്തെപ്പറ്റി ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് ഞാനും കണ്ടതാണ്, നിങ്ങളെ പത്രസമ്മേളനം കണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ വന്നു. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേപോലെ ഒരു ആരോപണം വന്നു. അതിനുശേഷം കുറേയേറെ കാര്യങ്ങൾ വന്നു. അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പോയി കേസ് പറഞ്ഞു. കേസ് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്നതിനകത്തൊന്നും അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് കോടതി തന്നെ അക്കാര്യത്തിൽ ഇടപെട്ടതൊക്കെ അദ്ദേഹം പറഞ്ഞു. അതായത് മനഃപൂർവ്വം ഇത് ഈ സമയത്തൊരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആശങ്ക തോന്നുന്ന തരത്തിലേക്കാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പേരിൽ കോടതി ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ടു. പിന്നീട് അതിനെപ്പറ്റി അധികം സംസാരമില്ല. പിന്നെ വരുന്നത് കുറെ കഴിഞ്ഞിട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ്. ഇങ്ങനെ വരിക ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ്. ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കുറെ ആവുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ കിഫ്ബിയുടെ വിവാദം, ഇപ്പോൾ വന്നേക്കുന്ന വിവാദം തന്നെ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണെന്നുള്ളതാണ് വസ്തുത. കാരണം ഇതിനകത്തിപ്പോൾ അവർ അയച്ച നോട്ടീസ് എന്ന നിലയിൽ വന്നേക്കുന്നത് ഇന്നിപ്പോൾ വന്ന വാർത്തയാണല്ലോ. നോട്ടീസ് അയച്ചു, അതിനെ സംബന്ധിച്ച് ചില വിശദീകരണം വരുന്നു. നോട്ടീസ് എന്താ? ഭൂമി മസാല ബോണ്ടിലും പണം മേടിച്ചിട്ട് അത് ഭൂമി മേടിക്കാനായിട്ട് ലാൻഡ് അക്വിസിഷൻ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഭൂമി മേടിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ വന്നേക്കുന്നത്. മസാല ബോണ്ടിൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ബോറോയിങ് ആണ്. അത് റിസർവ് ബാങ്കിന്റെ നിയമം അനുസരിച്ചിട്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിന് ഈ ലോൺ എടുക്കാൻ പറ്റൂ. സംസ്ഥാന ഗവൺമെന്റ് അല്ല, കിഫ്ബി ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ്, സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അന്നുണ്ടായിരുന്ന നിയമം അനുസരിച്ച് ലാൻഡ് അക്വിസിഷന് പാടില്ല എന്ന കാര്യം പറയുന്നതാണ്. ലാൻഡ് അക്വിസിഷൻ ഭൂമി ഏറ്റെടുക്കുന്ന നിയമം അനുസരിച്ച്. പക്ഷെ കിഫ്ബി ഇത് എടുക്കുന്ന സമയത്ത് തന്നെ 2014-15 ശേഷം, പിന്നെ 17-18 അതിനുശേഷമൊക്കെ ഈ ഭൂമി വാങ്ങാൻ പറ്റുമെന്ന നിയമം അമെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് രേഖകൾ. എന്ന് മാത്രമല്ല, നാഷണൽ ഹൈവേ ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഭൂമി ഏറ്റെടുത്തതിന്, ഭൂമി അതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനൊന്നും അല്ല, ഭൂമി ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ നടക്കുന്ന വികസനമാണ്. അതിനകത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും BJP ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷം ബി ജെ പി ആയിട്ടൊന്നും ഒരു ചേർച്ചയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ UDF-കാർക്ക് ഈ സമയത്ത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും. BJP ഗവൺമെന്റാണ്. ഇപ്പോൾ എന്തായാലും EDA പോലുള്ള ഏജൻസികൾ ഇങ്ങനെ നടത്തി പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും.